നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അപ്രതീക്ഷിത മരണം കേരളത്തിലെയും കർണാടകത്തിലെയും ബിസിനസ് ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറമേക്ക് കടബാധ്യതകളില്ലാത്ത സീറോ ഡെപ്റ്റ് കമ്പനിയെന്ന് അവകാശപ്പെടുമ്പോഴും ആഭ്യന്തരമായിട്ട് റോയി വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ ഒരു ജീവനക്കാരിൽ നിന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കോടീശ്വരനായിട്ട് മാറിയ റോയിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വളർച്ച ഏറെ അവിശ്വസനീയമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയുടെ പിന്നിൽ നടന്ന പല ഇടപാടുകളും നിയമവിരുദ്ധമായ പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ള സംശയം അന്വേഷണ സംഘം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കേവലം സാമ്പത്തിക നഷ്ടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന വ്യക്തിയല്ല റോയി എന്ന് അദ്ദേഹത്തെ അടുത്ത് അറിയാവുന്നവർ പോലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മറ്റെന്തോ ആണെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CJ റോയി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. ദുബായിലും കേരളത്തിലുമായിട്ട് അദ്ദേഹം ആരംഭിച്ച വമ്പൻ റിയൽ എസ്റ്റേറ്റ് ശൃംഖല, അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പലതും ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചതും രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട സമ്മർദ്ദം ചെലുത്തിയതുമൊക്കെ തന്നെ റോയിയെ തളർത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അദ്ദേഹത്തിന് നേരെ നീളുന്നത്. ആദായനികുതി വകുപ്പും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും തൻ്റെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നത് പുറത്തറിഞ്ഞാൽ അത് തൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഭയമാണ് കഴിഞ്ഞ 3 മാസമായിട്ട് റോയിയെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹം സ്വന്തമാക്കിയ സ്ലോവാക്യൻ നയതന്ത്ര പദവിയാണ്. ഏകദേശം $2 ലക്ഷം നൽകി അദ്ദേഹം കരസ്ഥമാക്കിയ ഈ ഡിപ്ലോമാറ്റ് പദവി പലർക്കും അത്ഭുതമായിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളുടെ നയതന്ത്ര ചുമതലയാണ് ഈ പദവിയിലൂടെ അദ്ദേഹം കൈവശം വെച്ചിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഒഴുകുന്ന ഈ സംസ്ഥാനങ്ങളിൽ തനിക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനും വിമാനത്താവളങ്ങളിലെ പരിശോധനകളിൽ നിന്ന് ഒഴിവാകാനും വേണ്ടിയാണ് റോയി ഈ പദവി ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നു. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള പണമിടപാടുകൾ അന്വേഷണ ഏജൻസികൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല എന്ന സൗകര്യം അദ്ദേഹം മുതലെടുത്തതായിട്ട് ഇവിടെ സംശയിക്കപ്പെടുന്നു. സ്ലോവാക്യ പോലെയുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആയുധക്കടത്ത്, ലഹരിമരുന്ന് ഇടപാടുകൾ എന്നിവയുമായി റോയിയുടെ നയതന്ത്ര പദവിക്ക് വല്ല ബന്ധവുമുണ്ടോ എന്ന ഗൗരവകരമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ബിസിനസ്സുകാരൻ ഇത്രയും വലിയ തുക നൽകി മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് മാറുന്നത് വെറുമൊരു ആർഭാടത്തിന് വേണ്ടിയാകില്ല. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകാം. മുംബൈയും ഗുജറാത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല അധോലോക ഗ്രൂപ്പുകളുടെയും പണം വെളുപ്പിക്കാനുള്ള ഇടനിലക്കാരനായിട്ട് റോയി മാറിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ ഇടപാടിൽ സംഭവിച്ച പാകപ്പിഴകളും അതിനെ തുടർന്നുണ്ടായ ജീവന ഭീഷണിയുമാകാം അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും സംശയിക്കുന്നു. മരണ ദിവസം നടന്ന ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡാണ് സംഭവങ്ങളുടെ ഗതി മാറ്റിയത്. ഉദ്യോഗസ്ഥർ തൻ്റെ ഓഫീസിലെ പ്രൈവറ്റ് ക്യാബിൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റോയി കടുത്ത പരിഭ്രാന്തിയിലായിരുന്നു. ആ ക്യാബിനിൽ ആരും കാണാൻ പാടില്ലാത്ത എന്തോ അതിനിർണായകമായ രേഖകളോ തെളിവുകളോ രഹസ്യങ്ങളോ ഉണ്ടായിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ താൻ പിടിക്കപ്പെടുമെന്നും അത് തൻ്റെ എല്ലാ പദവികളും നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. അമ്മയോട് സംസാരിക്കാനാണെന്ന വ്യാജേന മുറിയിൽ കയറി വാതിലടച്ച റോയി തൻ്റെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ ആ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചുവെന്നത് വ്യക്തമാണ്. റോയി ഉപയോഗിച്ച തോക്കിനെക്കുറിച്ചും വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സൈലൻസർ ഘടിപ്പിച്ച തോക്കാണ് ഉപയോഗിച്ചതെന്ന പ്രചരണം അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു. ചെക്കോസ്ലോവാക്യൻ നിർമ്മിതമായിട്ടുള്ള .32 പിസ്റ്റളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം തോക്കുകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് വെടിയുതിർക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. ശബ്ദം കേൾക്കാതിരിക്കാൻ സൈലൻസറിൻ്റെ ആവശ്യമില്ലെന്നും തോക്കിൻ്റെ പ്രത്യേകതയും വെടിയുതിർത്ത രീതിയും കാരണമാണ് വീട്ടിലുണ്ടായിരുന്നവർ പോലും ഒന്നും അറിയാതിരുന്നതെന്നും വിദഗ്ധർ പറയുന്നു. തോക്കുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള റോയി തനിക്ക് മരണം ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലാണ് വെടിയുതിർത്തത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 600 മുതൽ 800 കോടി രൂപയുടെ വരെ ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ. എന്നാൽ റോയിയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന 9 പേജുള്ള കുറിപ്പിൽ തൻ്റെ ആസ്തികളെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കുറിപ്പിൽ പല പ്രമുഖ വ്യക്തികളുടെയും പേരുകൾ ഉണ്ടെന്നാണ് സൂചന. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഉന്നതർക്ക് റോയിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ വൻമരങ്ങളൊക്കെ തന്നെ കടപുഴകുമോ എന്ന ഭയം ഇപ്പോൾ പല കേന്ദ്രങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായ മാന്ദ്യം അത് റോയിയെ ബാധിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പതനം പൂർണ്ണമായും ഒരു ബിസിനസ് തകർച്ചയായി കാണാൻ കഴിയില്ല. 2006 മുതൽ 20 വർഷത്തോളം കൊണ്ട് റോയി കെട്ടിപ്പടുത്ത സാമ്രാജ്യം അത്ര എളുപ്പത്തിൽ ഇല്ലാതാകില്ല. എന്നാൽ അമിതമായ ആർഭാട ജീവിതം നയിച്ചിരുന്ന റോയി പണത്തിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള
അത്യാഡംബര കാറുകളും വിദേശ യാത്രകളും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു. സാധാരണ പണമുണ്ടാക്കുന്ന ഒരാൾ കാണിക്കാത്ത തരം ധൂർത്ത് റോയിക്കുണ്ടായിരുന്നു. ഇത് മറ്റാരുടെയൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി ലഭിച്ച കമ്മീഷനാണെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. റോയിയുടെ മരണത്തിൽ മുംബൈയിലെയും കർണാടകയിലെയും ഒക്കെ തന്നെ ഭൂമാഫിയകൾക്കുള്ള പങ്കും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ബംഗളൂരുവിൽ ഏകദേശം 350 ഏക്കറോളം ഭൂമി ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങി അത് വൻ തുകയ്ക്ക് മറിച്ചു വിൽക്കാനായിട്ട് റോയി ശ്രമിച്ചിരുന്നു. ഈ ഇടപാടിൽ പലർക്കും നൽകാനുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ട ഈ ബിസിനസ് ഡീലിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ട്രാപ്പിലായിപ്പോയി. തന്നെ പിന്തുടരുന്ന ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ 15ഓളം സെക്യൂരിറ്റി ഗാർഡുകളെയാണ് അദ്ദേഹം തൻ്റെ ഒപ്പം കൂട്ടിയിരുന്നത്. സ്വന്തം ജീവന് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഈ നടപടിയിൽ നിന്നും വ്യക്തമാണ്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ ഏതായാലും CJ റോയിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇനി പുറത്തു വരികയുള്ളൂ. ഇൻകം ടാക്സ് റെയ്ഡിൽ നിന്നും ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പോലീസ് വിശദമായി തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. റോയിയുടെ ഫോൺ രേഖകൾ, ഇമെയിലുകൾ, വിദേശ യാത്രകളുടെ വിവരങ്ങൾ എന്നിവയിലൂടെ അതിനിർണായകമായ പല രഹസ്യങ്ങളും ചുരുളഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ബിസിനസ് ലോകത്തെ മാതൃകാ പുരുഷനായിട്ട് കണ്ടിരുന്ന ഒരാളുടെ ഇത്തരത്തിലുള്ള പതനം അത് വലിയൊരു പാഠമാണ് ഇവിടെ നൽകുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ഈ കേസ് അത് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല.